കൊല്ലം പുത്തൂരിൽ വ്യാജ ജോത്സ്യൻ 16-കാരെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ മുരാരി തന്ത്രി എന്ന രാജൻ ബാബുവിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ്. പ്രതി നടത്തിയത് കരുതിക്കൂട്ടിയുള്ള ലൈംഗികാതിക്രമം. പ്രതിയുടെ മുൻകാല പശ്ചാത്തലം വിശദമായി പരിശോധിക്കാനും കോടതി നിർദ്ദേശിച്ചു. ഓട്ടോ ഡ്രൈവറിൽ നിന്ന് ചുരുങ്ങിയ കാലം കൊണ്ട് ജോത്സ്യനിലേക്കുള്ള പരകായ പ്രവേശം. മുരാരി തന്ത്രി എന്ന രാജൻ ബാബുവിന്റെ വളർച്ച ആരെയും അതിശയിപ്പിക്കുന്നതാണ്. സാമൂഹിക മാധ്യമങ്ങളിലടക്കം സജീവമായ മുരാരി തന്ത്രി കുറഞ്ഞ കാലം കൊണ്ട് അളവിൽ വലിയ നിലയിൽ സമ്പാദ്യമുണ്ടാക്കിയിട്ടുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. ഇയാളുടെ സാമ്പത്തിക ഇടപാടുകളടക്കം പരിശോധിക്കാനാണ് പോലീസിന്റെ തീരുമാനം. ബാധ ഒഴിപ്പിക്കാനെന്ന പേരിൽ പെൺകുട്ടിയെ തനിച്ചകത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഇയാൾ. പൂജാമുറിയിലേക്കെന്ന് പറഞ്ഞ് കൊണ്ടുപോയത് ബെഡ്റൂമിലേക്ക്. ഒപ്പം വരാമെന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ അമ്മയെ അനുനയിപ്പിച്ചത് മുരാരിയുടെ ഭാര്യയും അമ്മയുമാണെന്ന് ഇന്നലെ പെൺകുട്ടിയുടെ ബന്ധു വെളിപ്പെടുത്തിയിരുന്നു. സംഭവ സമയം ഇരുവരും വീട്ടിലുണ്ടായിരുന്നു. അതിനാൽ തന്നെ ഇരുവരുടെയും മൊഴി രേഖപ്പെടുത്തും. പെൺകുട്ടിയോട് പ്രതി നടത്തിയത് കരുതിക്കൂട്ടിയുള്ള ലൈംഗികാതിക്രമമെന്നാണ് പോലീസിന്റെ റിപ്പോർട്ട്. പേടിച്ചു പുറത്തേക്കിറങ്ങിയോടിയ പെൺകുട്ടിയുടെ പിന്നാലെ വ്യാജ ജോത്സ്യനും ഓടി. ബന്ധുക്കൾ ചോദിച്ചപ്പോൾ ബാധ ഒഴിയാത്തതുകൊണ്ടാണ് പെൺകുട്ടി ഓടിയതെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് തടിയൂരാനും ഇയാൾ തുടക്കത്തിൽ ശ്രമിച്ചു. പിന്നാലെ കയ്യിൽ ഒതുങ്ങില്ലെന്ന് തിരിച്ചറിഞ്ഞതോടെ മുരാരി തന്ത്രി വീട്ടിൽ നിന്നിറങ്ങി ഓടുകയായിരുന്നു. സമീപത്തെ ഫ്ളാറ്റിൽ നിന്നാണ് ഇയാളെ പോലീസ് പിടികൂടിയത്. ഇയാൾക്കെതിരെ മുൻപും ഇത്തരത്തിലുള്ള പരാതികൾ ഉണ്ടായിട്ടുണ്ടോ എന്നതും പുത്തൂർ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.